കൊന്നിച്ചിയോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ഓഫ് ദി ഇന്ത്യൻ്റെ സീസൺ 4 എപ്പിസോഡ് 7 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സോ അധികമൊന്നും പറഞ്ഞ് ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങുന്നിടത്ത് ആർത്തർ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. സോ ഇതാണല്ലേ ഒരു ടൈറ്റൻ ബിയർ, പക്ഷേ ഇത് വളരെ ചെറുതാണല്ലോ. അല്ല, ഇതെങ്ങാനും ഇനിയൊരു കബ്ബാണോ? ഈ മീൽ എന്തായാലും എങ്ങും പോകാൻ പറ്റുന്നില്ല. ഇത് സംസാരിക്കോ? അതുമല്ല, ഇത് ഫ്രഷ് ആണ്. സോ ഒരു കാര്യം ചെയ്യാം, നിന്നെ തന്നെ ഞാൻ ആദ്യം എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആർത്തറിൻ്റെ നേരെ അവൻ തിരിയുന്നുണ്ട്. ഇത് കേൾക്കാത്ത ആർത്തറും ഫൈറ്റിംഗ് സ്റ്റാൻസിലേക്ക് മാറിയും നെക്സ്റ്റ് സെക്കൻഡ് തന്നെ ആർത്തറിൻ്റെ നേരെ ഒരു ഹ്യൂജ് ആൾറ അറ്റാക്ക് ചെയ്യും. ആർത്തർ ബാക്കിലേക്ക് തെറിച്ച് പോകുന്നുണ്ട്. കോപ്പ് അതെന്തായിരുന്നു പറയുന്നതിന് മുമ്പ് വീണ്ടും ആർത്തറിനെ കുറേയധികം അറ്റാക്ക് ചെയ്യും. ആർത്തറട്ടെ അതെല്ലാം ഒന്ന് ഡോട്ട് ചെയ്ത് മാറുന്നുണ്ട്. ആ സമയത്ത് അവൻ പറഞ്ഞു, നീ ശരിക്കും ടഫായിട്ടുള്ള ഒരു മീൽ തന്നെയാണല്ലേ. എന്നാൽ ആർത്തർ അവൻ്റെ ഓരോ അറ്റാക്സും ഡോട്ട് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അത്രത്തോളം സ്ട്രെങ്തിലുള്ള അറ്റാക്കാണ് ആ ഒരു ബിയർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊള്ള, നീ എങ്ങനെയാണ് എൻ്റെ അറ്റാക്സുകൾ ഡോട്ട് ചെയ്ത് മാറുന്നത് പറഞ്ഞിട്ട് വീണ്ടും ആർത്തറിൻ്റെ നേരെ ഒരു അറ്റാക്ക് ചെയ്യും. ആ ഒരു അറ്റാക്ക് ആർത്തറിൻ്റെ മേത്ത് വന്ന് വീഴുന്നുണ്ട്. പക്ഷെ ഒരു കണക്കിന് വീണ്ടും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി ആർത്തറിൻ്റെ നേരെ ബാക്കിലേക്ക് പോകും. പക്ഷേ കറക്റ്റ് ടൈമിൽ അവൻ്റെ ഒരു അറ്റാക്ക് വളഞ്ഞു വന്ന് ആർത്തറിൻ്റെ ശരീരത്തിൽ കൊള്ളുകയും ആർത്തർ തീർച്ച് പുറകിൽ വന്ന് വീഴുകയും ചെയ്യും. അവരുടെ ചോരയൊക്കെ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു. ഇത് സോൾറിലൊന്നും അല്ല, നീ എങ്ങാനും ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ടും മരിക്കും. എന്താടാ നിന്റെ പരിപാടി കഴിഞ്ഞെന്നും പറഞ്ഞ് ആ ഒരു കബ്ബാട്ടെ അവൻ്റെ നേരെ വരുന്നുണ്ട്. ആർത്തർ പെട്ടെന്ന് താഴ്ത്തുണ്ടായിരുന്ന ആ ഒരു മണ്ണുണ്ടല്ലോ അത് തെറിപ്പിച്ച് അതിൻ്റെ കണ്ണിലിട്ടിട്ട് അവിടുന്ന് ഡോട്ട് ചെയ്ത് മാറുന്നുണ്ട്. ഈ ഓരോ സമയത്തും ആ ഒരു കബ് പവർഫുൾ ആയുള്ള അറ്റാക്ക് ആർത്തറിൻ്റെ നേരെ വിടുന്നുണ്ട്. അവനെ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ നേരത്ത് അതിൽ നിന്ന് വരുന്നത് ഷാർപ്പായിട്ടുള്ള സ്ലാഷസ് ആണ്. അതിൻ്റെ മേത്ത് കൊണ്ടു കഴിഞ്ഞാൽ വലിയ അപകടം തന്നെ ഉണ്ടാകും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ എന്നെ എത്രത്തോളം അവോയ്ഡ് ചെയ്യുന്നു അത്രത്തോളം പെയിൻഫുൾ ആയിരിക്കും നിന്റെ അവസ്ഥ. ഇതൊക്കെ കാലത്ത് ആർത്തർ പറയുന്നുണ്ട്. എങ്കിൽ ഓക്കെ, ഞാൻ ഇനി ഓടത്തില്ല. പക്ഷേ നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അവൻ വീണ്ടും ഒരു മാസീവായിട്ടുള്ള അറ്റാക്ക് ചെയ്യും. ആർത്തർ അത് ജസ്റ്റ് മിസ്സിന് ഒന്ന് ഡോട്ട് ചെയ്യുകയും ചെയ്യും. അതായത് ഒരു പവർഫുൾ ആയുള്ള പഞ്ചായിരുന്നു, വെറും ബ്രൂഡുള്ള ഫോഴ്സ് കൊണ്ട്. ആർത്തറിന് നന്നായിട്ട് മനസ്സിലായി അവൻ അധികം നേരം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന്. കാര്യം അവൻ്റെ ലെഗ്സിൻ്റെ ഒക്കെ പണി ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. അവൻ ആദ്യമായിട്ടാണ് ഇതേപോലത്തെ ഒരു വൈൽഡ് ആനിമലായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളും അവനുണ്ട്. പെട്ടെന്ന് തന്നെ ആർത്തർ നേരെ അവൻ്റെ പുറകിലേക്ക് പോകും. എന്നിട്ട് ആ ഒരു മണി മുമ്പിലേക്ക് എറിയേ. ഈ ശബ്ദം കേട്ട് ആ ഒരു മണീനെ ആ ഒരു കബ് അറ്റാക്ക് ചെയ്ത നെക്സ്റ്റ് സെക്കൻഡ് ആർത്തർ അവൻ്റെ പുറകിൽ വന്നിട്ട് തൻ്റെ ഉള്ള ശക്തിയെല്ലാം എടുത്തുകൊണ്ട് അവൻ്റെ നേരെ ഒരു കിടിലൻ പഞ്ച് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ പഞ്ച് വളരെയധികം പവർഫുൾ ആയിരുന്നു. അത് തീർച്ചു ഒരു സ്ഥലത്ത് വീണ് ആ നേരെ ബോധം കിട്ടി താഴത്തേക്ക് വീഴുവാണ്. ഈ സമയത്ത് ആ തൻ്റെ ഫുൾ ബോധം പോയിട്ടുണ്ട്. ആ നേരെ താഴത്തേക്ക് ചോര ഛർദ്ദിച്ചുകൊണ്ട് വീണിട്ടുണ്ട്. പെട്ടെന്ന് വിസ്റ്റം അവിടേക്ക് വന്ന്, കാര്യം ആ ഒരു ബെല്ല് പൊട്ടിയല്ലോ. അല്ല, അവരെന്തിനാണ് ഇവിടേക്ക് വന്നത്? പെട്ടെന്നാണ് വിസ്റ്റം ആ ഒരു കാഴ്ച കാണുന്നത്. ആർത്തർ താഴെ വീണ് കിടക്കുന്നു. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ അവൻ ഹീൽ ചെയ്യാനായിട്ട് തുടങ്ങി. 3 ബ്രോക്കൺ റിപ്സ് ഉണ്ട്. അതുമാത്രമല്ല ഡീപ്പ് ലെവലിൽ അറ്റാക്കൊന്നുമില്ല. എങ്കിലും അവൻ്റെ കാലും ബാക്കിയുള്ള കൈകളെല്ലാം ബ്ലീഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇതെല്ലാം ആ ഒരു ചെറിയ കബ്ബാണ് കൊടുത്തത്. ഒരു ഫുൾ ഗ്രൗൺ ബിയർ ആണെന്നുണ്ടെങ്കിൽ 10 അടിയോളം ഉണ്ടായിരിക്കും. പക്ഷേ അത്രത്തോളം ശക്തിയുള്ള ഒരു ബിയറിനെ പോലും ഇത്രത്തോളം വലിയ ഡാമേജ് കൊടുക്കാൻ സാധിക്കത്തില്ല. അൺലെസ് പെട്ടെന്നാണ് ആ ഒരു കബ്ബിൻ്റെ ശരീരം അനങ്ങാൻ തുടങ്ങിയത്. അത് ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് അതിൻ്റെ ശരീരത്തിൻ്റെ അകത്ത് എന്തൊക്കെ പുറത്തേക്ക് വന്ന് അത് പൊട്ടി പുറത്തേക്ക് വരുന്നുണ്ട്. സോ വിചാരിച്ചതുപോലെ തന്നെ ഒരു ഡീമൺ ലീച്ചാണ്. അതൊരു റെയറായുള്ള സ്പെസിമെനാണ്. ഈ എപ്പിയോത്തീസിലുള്ള സാധനം തന്നെയാണ്. അതിന് നല്ല ഇൻ്റലിജൻസ് ഉണ്ട്. അത് മാത്രമല്ല അത് പൊസസ് ചെയ്യുന്ന ബോഡീനെ കംപ്ലീറ്റ്ലി അത് നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഈവൻ ആവശ്യത്തിന് പോലും അത് ഡെഡ്ലി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അഗ്രോണ ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് ആ സൈറസ് അക്കാഡമിയിലെ അറ്റാക്ക് തന്നെ അവൻ പ്ലാൻ ചെയ്തത്. അടുത്ത സെക്കൻഡ് വിസ്റ്റം അവിടേക്ക് എന്ന് അതിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് പൊട്ടിച്ച് അതങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇത് അവൻ്റെ ബാലക്കാണോ അതോ വേറെ എന്തെങ്കിലും ആണെന്ന് അറിയാമില്ല. ഈ കബിനെ തന്നെ അവൻ കണ്ടെത്തിയല്ലോ. ആ ടൈമിൽ തന്നെ അവൻ്റെ കയ്യിലേക്ക് ചെറിയൊരു കോറും കിട്ടിയിട്ടുണ്ട്. എന്തായാലും നീ ഇവനൊരുത്തന്നെ ഡിഫീറ്റ് ചെയ്തതല്ലോ, അതെന്തായാലും നിസാര കാര്യമല്ലെന്ന് പറഞ്ഞിട്ട് ആർത്തൻ്റെ വായിലേക്ക് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇത് കുറച്ച് പെയിൻഫുൾ ആയിരിക്കും, പക്ഷേ അത് നീ സഹിക്കണമെന്ന് പറയാൻ നേരത്ത് പിന്നെ കാണിക്കുന്നത് ആർത്തൻ്റെ ശരീരം ഒന്നഴി തിളങ്ങുന്നതാണ്. അങ്ങനെ കുറേയധികം സമയം പാസ്സായിട്ടുണ്ട്. ആർത്തർ കണ്ണ് തുറക്കാൻ നേരത്ത് അവൻ എവിടെ കിടക്കുന്നുണ്ട്. അല്ല, എൻ്റെ കാല് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. നീ പേടിക്കണ്ട, നിന്റെ കാലുകൾ സേഫാണ്. പക്ഷേ ഞാൻ വിചാരിച്ചത് നമ്മൾ ഇതിലും നല്ലൊരു സാഹചര്യത്തിൽ കണ്ടുമുട്ടും എന്നായിരുന്നു. ആർത്തറിന് എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. അവൻ ചോദിക്കുന്നുണ്ട്, അല്ല നമ്മളിപ്പോഴും എപ്പിയോത്തിസ് തന്നെയാണോ? അതെ, നിനക്കെന്നെ മിറയെന്ന് വിളിക്കാം.
അതുമാത്രമല്ല നിന്റെ കാലിന്റെ അവസ്ഥയിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹീലിംഗ് മാനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അത് ഫാസ്റ്റർ ആക്കിയിട്ടുണ്ട്. അതുമില്ല നിന്റെ ബോൺസിന് നന്നായി ഡാമേജ് കിട്ടിയിട്ടുണ്ട്. അതൊരു ഡിഫറൻറ്റ് ഷേപ്പിലാണല്ലോ അത്. അത് ഉടനെ തന്നെ റെഡിയാക്കിയോളും. എന്നാലും 2 ദിവസം മാത്രമേ ആയുള്ളൂ. എന്ത് 2 ദിവസമോ? ഒന്ന് അടങ്ങി നിൽക്കി. നീ നന്നായിട്ട് പ്രശ്നം എടുത്തിരിക്കുകയാണ്. നീ ആദ്യം അവിടെ ഒന്ന് അടങ്ങി കിടക്കാൻ നോക്ക്. മണിക്കൂറുകൾക്ക് ശേഷമാണ് നിന്റെ കാൽ തമ്മിൽ ഒന്ന് മര്യാദക്ക് ഞാൻ ഫിറ്റ് ചെയ്തത് തന്നെ. അതിനിടക്ക് തന്നെ നീ അത് നശിപ്പിക്കാൻ പോവുകയാണ്. ആദ്യം നിനക്ക് ഒരു റെസ്റ്റ് വേണം. അതാണ് നിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അല്ല പ്രയോറിറ്റി. മേരെ എനിക്ക് താങ്കൾ ആരാന്ന് അറിഞ്ഞൂടാ, പക്ഷേ താങ്കൾ ഹോസ്പിറ്റാലിറ്റിക്ക് എന്നെ ട്രീറ്റ് ചെയ്തതിലും നന്ദിയുണ്ട്. നീ അത് മെൻഷൻ ചെയ്താൽ വേണ്ട. പക്ഷേ നിനക്കറിയാവോ, ഞാൻ എല്ലാവരെയൊന്നും അങ്ങനെ ട്രീറ്റ് ചെയ്യാറില്ല. പക്ഷേ ഈ ലോകത്തിന്റെ സേവിയറായുള്ള ആ ഒരു മനുഷ്യക്കുട്ടീനെ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. ആർത്തറിന് അവൾ പറഞ്ഞതുപോലും മനസ്സിലായില്ല. പക്ഷേ അവൻ അവിടെ തന്നെ ഇരിക്കുകയും അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യും. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ ആർത്തന്റെ ശരീരം നന്നായിട്ട് വേദനിക്കാൻ തുടങ്ങും. കോപ്പ്, ഞാൻ ഒന്നുകൂടെ മെഡിറ്റേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ എൻ്റെ ഹീലിംഗ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവുള്ളൂ. അല്ല, പെട്ടെന്നാണ് അവൻ ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവൻ്റെ കോറ് കംപ്ലീറ്റ്ലി ഒരു സിൽവറായി മാറിയിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു ബീസ്റ്റ് വില്ലി അങ്ങോട്ട് ആക്ടിവേറ്റ് ആകെ അവൻ്റെ ശരീരത്ത് എന്തൊക്കെ സംഭവിക്കാനും തുടങ്ങും. പെട്ടെന്ന് അവൻ്റെ റൂം ഫുള്ള് പല കളറിലെ പല സാധനങ്ങളായിട്ട് തിളങ്ങും. ആർത്തറല്ല, ഇത് കണ്ട് സർപ്രൈസ് ആയിട്ട് നിൽക്കുവാണ്. ഞാൻ ഈ പർപ്പിൾ സ്റ്റാക്സ് ഇത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ആ സമയത്ത് അത് അവൻ്റെ കയ്യിൽ വന്ന് വീഴാൻ നേരത്ത് പെട്ടെന്ന് അവൻ വീണ്ടും പഴയ പോലെ ആകുന്നുണ്ട്. ആ ടൈമിൽ അവൾ പറയും ചെയ്യും, സോ അത് ശരിയാണല്ലേ, നീ ശരിക്കും റിലം ഹാർട്ട് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. എന്ത് റിലം ഹാർട്ടോ? നീ ഇപ്പം കാണിച്ച ആ ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഉണ്ടല്ലോ, അത് നീ നമ്മുടെ സിൽവിയുടെ പവറിൽ യൂസ് ചെയ്യാൻ നേരത്ത്, നിന്റെ ഐറിസ് ഗ്ലോ ചെയ്യാൻ നേരത്ത്, ആ പർപ്പിൾ കളർ വരാൻ നേരത്ത് നിന്റെ ശരീരത്ത് മുഴുവൻ ആ റൂയിൻസ് വന്ന് നിന്റെ ശരീരം തിളങ്ങുന്നില്ലേ, അതിനാണ് റിലം ഹാർട്ട് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ റിലം ഹാർട്ട് ഫിസിക് എന്ന് പറയാറുണ്ട്. അതായിട്ട് ഇൻഡയറക്റ്റ് ബ്ലഡ് ലൈനിൽ മാത്രം പൊസസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് നീ പൊസസ് ചെയ്തിട്ടുള്ളത്. പറകുട്ടി, നിനക്ക് ആ 5 കളേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നോ ആ ഫിസിക്കൽ റിലത്തിന്റെ? എനിക്ക് തോന്നി. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ റിലം ഹാർട്ട് ഫിസിക് എന്ന് പറയുന്നത് ഇന്ദ്രൻ ക്ലാൻ്റെ ഒരു ആങ്സസ്റ്ററിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന പേരാണ്. അത് യൂസ് ചെയ്യാൻ നേരത്ത് ഫിസിക്കലി നന്നായിട്ട് സ്ട്രോങ്ങർ ആകുകയും അൺപാരലായി മാറാൻ സാധിക്കും. പക്ഷേ ആ ഒരു എബിലിറ്റി നമുക്ക് സ്ട്രെങ്ത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ നമുക്ക് തരും. അത് അതിൻ്റെ യൂസറിന് നോളജും ഇൻസൈറ്റും നന്നായിട്ട് നൽകും. അത് ഹോപ്പിനെക്കാട്ടും ശക്തിയുള്ളതായിരിക്കും. ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ നോളജ് എന്തുമാത്രം പവർഫുൾ ആണെന്ന്. അല്ല, പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ സെക്കൻഡ് ഫേസ് ഈ റിലം ഹാർട്ട് യൂസ് ചെയ്തെടുത്ത് എനിക്ക് 4 കളേഴ്സേ കാണാൻ സാധിക്കുന്നുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ പർപ്പിൾ പാർട്ടിക്കിൾസ് വന്നിട്ടല്ലോ, അതെന്തുവാണ്? അത് എന്നെ പോലുള്ള ലെസർ ബീങ്സ് അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും സീക്രട്ട് ആണോ? ആശ്രവ സത്യം പറഞ്ഞാൽ ശരിക്കും പ്രൈഡ്ഫുൾ ആണ്. അതുകൊണ്ട് ഞങ്ങളുടെ റേസിലുള്ള കാര്യം അങ്ങനെ സീക്രട്ടീവായിട്ടും അതാർക്കും പറഞ്ഞു കൊടുക്കാറില്ലെന്ന് പറഞ്ഞിട്ട് ആളൊന്ന് പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ, ഞാൻ കുറച്ച് ഡിഫറൻ്റ് ആണ്. ഞാൻ നന്നായിട്ട് എൻ്റെ ജീവിതം ജീവിച്ച് തീർത്താണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യത്തിലൊന്നും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്നെ വേണമെങ്കിൽ 2 കാര്യം പഠിപ്പിച്ച് തരാമെന്നുണ്ട്. എന്താ, കൂടുന്നോ? അത് കഴിഞ്ഞ് ആർത്തറിനെ ഒരു വീൽ ചെയറിൽ എടുത്തുകൊണ്ട് അവൾ നേരെ പുറത്തേക്ക് വരുവാണ്. ഇത് ശരിക്കും ബ്യൂട്ടിഫുൾ ആണല്ലേ? പിന്നല്ലാതെ ഈ ഒരു ക്രീച്ചറിന്റെ ത്രൈവും ഈ മാനയും, അത് മാത്രമല്ല ഇത് എപ്പിത്തസിന്റെ ഒരു പാർട്ടാണോ? നിനക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. നീ പറഞ്ഞത് ശരിയാണ്. സത്യം പറഞ്ഞാൽ ഈ ലെസർ ബീങ്സിനാണെങ്കിലും ആശ്വാസനാണെങ്കിലും ഈ മാനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അത് കുറച്ച് നാച്ചുറൽ അല്ലാത്ത ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് എല്ലാ ബീങ്സിന്റെ കാര്യം. ഈവൻ ഈ മാനാബീസ്റ്റും ബാക്കിയുള്ളവരുടെ കാര്യം എല്ലാം ഇത് തന്നെയാണ്. ഒരു സെർട്ടനുള്ള അഫിനിറ്റിയുള്ള ഒരു മേജിന് അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള മാനയൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും, അവരുടെ സെയിം എലമെന്റ് യൂസ് ചെയ്തുകൊണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഫയർ ബഗ് കണ്ടോ, അത് തന്നെ. ആ ഫയർ ബഗിന്റെ മാന ഈ ലോകത്തിന്റെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കുകയും ഈ ലോകത്തിന്റെ ചുറ്റിനുള്ള പല മാന പാർട്ടിക്കിൾസിന് ആവശ്യമുള്ളത് മാത്രം അത് തന്റെ ശരീരത്തിലേക്ക് എടുക്കുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ മേജേഴ്സിനെ പോലെ തന്നെ. ഞാൻ വേറൊന്നുകൂടെ പറഞ്ഞുതരാം. ഈ റിലം ഹാർട്ട് ഫിസിക്കുള്ള ഒരു ഫയർ അഫിനിറ്റി മേജ് ആണെന്ന് വിചാരിക്കുക. അവർക്ക് ഈ മാന പാർട്ടിക്കിൾസിൽ നിന്ന് റെഡ് മാന പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് അബ്സോർവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് റിഫൈൻ ചെയ്ത് അവസാനം അവർക്കൊരു വൈറ്റ് സ്റ്റേജിലേക്ക് കിട്ടുകയും ചെയ്യും. ഇനി അതേസമയം അതൊരു വാട്ടർ അഫിനിറ്റിയുള്ള മേജ് ആണെന്നുണ്ടെങ്കിൽ അവർ ഈ മാന റിഫൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ടൈമിൽ അവരുടെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് കൂടുതലായിരിക്കും ബാക്കിയുള്ള എലമെന്റ്സിനെ വെച്ച് അപേക്ഷിച്ച് നോക്കാൻ നേരത്ത്. എന്നാൽ ഈ റിഫൈനുള്ള മാന അവർ ബോഡിയിലേക്ക് അബ്സോർവ് ചെയ്യുന്ന നേരത്ത് അവരുടെ ബോഡിയിലുള്ള ആ ഒരു മാനുണ്ടല്ലോ, അത് അവിടെ കിടന്ന് ഡീകമ്പോസ് ആകുകയും അത് മാത്രമല്ല അവർക്ക് നന്നായിട്ട് ഇൻസൈറ്റ്ഫുൾ ഉള്ള പർട്ടിക്കുലർ എലമെന്റ്സ് ഒക്കെ നന്നായിട്ട് കാണാൻ, അത് നന്നായിട്ട് അറിയാനും സാധിക്കും. അതേസമയം ആ മേജ് ഒരു ഫയർ ബോൾ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലോ അത് കുറച്ച് പാടായിരിക്കും. കാര്യം അത്രത്തോളം കോൺസെൻട്രേഷൻ, ഷേപ്പ്, പ്രപ്പോർഷൻ, ഡെൻസിറ്റി, അത് മാത്രമല്ല അത് ലോഞ്ച് ചെയ്യണ സ്പീഡ്, അതെല്ലാം നന്നായിട്ട് യൂസ് ചെയ്യണം. അതേസമയം അതൊരു വാട്ടർ മേജ് ആണെങ്കിലോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ മനസ്സിലുള്ളത് അപ്പം തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. ആർത്തർ, നിനക്ക് ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലായോ? അല്ല, ആ പറഞ്ഞു വരുന്നത് അബ്സോർഷൻ്റെ വ്യത്യാസം കൊണ്ടല്ലേ. ഒരു വാട്ടർ മേജിനെ കുറച്ചുകൂടി നന്നായിട്ട് വാട്ടറിനെ അബ്സോർവ് ചെയ്യാനും അത് എലമെൻറ്റ് നന്നായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ആ ഒരു റിഫൈനിങ് പ്രോസസ്സ് കൊണ്ട് തന്നെയല്ലേ.
അതെ, അത് തന്നെ. ഒരു പർട്ടിക്കുലർ എലമെന്റിനോട് ഒരു മേജിക് കുറെ നാൾ എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡൗട്ട് പോലും ഇല്ലാതെ അവർക്ക് ആ ഒരു ഇൻസൈറ്റ് കിട്ടുന്നതായിരിക്കും ആ ഒരു മെഡിറ്റേഷന്റെ സഹായത്തോടു കൂടി. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആ സമയത്ത് ആർത്തറിനെ കൊണ്ട് അവളൊരു സ്ഥലത്ത് വന്ന് ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് അവൾ പറയുകയും ചെയ്യും, ആർത്തർ, നിനക്ക് ഏതറിനെ പറ്റി എന്തെങ്കിലും അറിയാവോ? അതിനെപ്പറ്റി നിനക്കൊന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ? എനിക്ക് അധികമൊന്നും അറിഞ്ഞൂടാ, പക്ഷേ അതിന് ടൈം വരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയ കേപ്പബിലിറ്റി ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അതെ, ഈ ഏതറിൻ്റെ ഫണ്ടമെന്റാലിറ്റി കുറച്ച് ഡിഫറൻ്റ് ആണ് മാനിനെ അപേക്ഷിച്ച് നോക്കാനടുത്ത്. അത് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് മാത്രമല്ല, നമ്മൾ താമസിക്കുന്ന ഈ ലോകത്തിൽ പല രീതിയിലാണ് ഏതർ വർക്ക് ചെയ്യുന്നത്. മാനിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് പലരും ഇപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഏതർ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് പോലെയാണ്. അതാണ് നമ്മുടെ ലോകത്തിനെ ക്രിയേറ്റ് ചെയ്തതെന്നാണ്. എന്നാൽ ബാക്കി കുറച്ച് പേര് പറയുന്നത് അതൊരു ഫ്ലൂയിഡ് പോലെയാണ്, അത് നമ്മുടെ ലൈഫിനെ ഫിൽ ചെയ്യുമെന്നാണ്. ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏതർ എന്ന് പറയുന്നത് ഞാൻ പിടിച്ചിരിക്കുന്ന ഈ കപ്പും ആകാം, ഈ കപ്പിൻ്റെ അകത്ത് ഞാൻ നിറച്ചിരിക്കുന്ന ഈ വെള്ളവുമാകാം. നീ നാലിച്ച് നോക്കിയേ, മാനൊന്നും ഇല്ലാതെ നമുക്ക് ഈ വെള്ളത്തിനെ ചെറുതായിട്ട് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാതെയെങ്കിൽ നമുക്ക് മാനയുടെ ആവശ്യവുമുണ്ട്. ഈ ഇന്ദ്രജാലിന്റെ ഹെഡിന് പോലും ഈ ഒരു സംഭവത്തിനെ പറ്റി, ഏതറിനെ പറ്റി സത്യം പറഞ്ഞാൽ ജസ്റ്റിഫൈ ചെയ്ത് ഒന്നും പറയാൻ സാധിക്കത്തില്ല. പക്ഷെ മറ്റാർക്കും ഇല്ലാത്ത ഒരു കാര്യം ഈ ഇന്ദ്രജിത് ക്ലാനിനുണ്ട്. അത് അവരുടെ ഒരു റിലം ഹാർഡ് ഫിസിക് യൂസ് ചെയ്ത് ഏതറിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഫിസിക്കൽ റിയലത്തിൽ താമസിക്കുന്നവർക്ക് ഏതറിനെ സെൻസ് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ലോകത്തിന് പല ലോസും പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അതായത് ഈ വെള്ളത്തിനെ ഈ ഗ്ലാസ് പിടിച്ചു നിർത്തിയിരിക്കുന്നത് പോലെ ഈ വെള്ളം ഈ ബൗണ്ടറീസിന്റെ പുറത്ത് പോകാത്ത പോലെ തന്നെ നമ്മളും ഈ ലോകത്തിന്റെ ചുറ്റിനും കിടക്കുകയാണ്, പുറത്തുള്ളത് എന്താന്ന് അറിയാതെ. അല്ല, അപ്പൊ പറഞ്ഞു വരുന്നത് ആ പർപ്പിൾ പാർട്ടിക്കിൾസ് ഞാൻ കണ്ടത്, അതേ ആർത്തർ, അതാണ് ഏതർ. നീ അത് യൂസ് ചെയ്യാൻ നേരത്തുണ്ടല്ലോ, നിന്റെ റിലം ഹാർഡ് യൂസ് ചെയ്യാൻ നേരത്ത് നിനക്ക് ഈ ഗ്ലാസും ഈ ഗ്ലാസിൻ്റെ അകത്തുള്ള വെള്ളവും നിനക്ക് ഈ ലോകത്തിന്റെ ബൗണ്ടറീസിന്റെ പുറത്ത് നിന്ന് കാണാൻ സാധിക്കും. ആ ഒരു സമയത്ത് തന്നെ നിന്റെ കപ്പാസിറ്റി, നിന്റെ മാനക്കോറ് നന്നായിട്ട് കൂടുന്നതായിരിക്കും. അത് മാത്രമല്ല, കൂടുതൽ വെള്ളം നിനക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും, നിന്റെ ഉള്ളിൽ നിനക്ക് ശേഖരിക്കാനും സാധിക്കും. ഈ ഏതറിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നിടത്ത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ വെള്ളത്തിനെയല്ല, പകരം ഈ കപ്പിനെ ആയിരിക്കും. നിനക്ക് മനസ്സിലായോ? അതെ ആർത്തർ, ഈ ഏതറിനെ മേക്കപ്പ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടുള്ളത്. ഒന്ന്, കൺട്രോൾ ഓഫ് ദി ടൈം, അതിനാണ് ഏവിയം എന്ന് നമ്മൾ വിളിക്കുന്നത്. രണ്ടാമത്തത് അതോറിറ്റി ഓവർ സ്പേസ്, അതാണ് സ്പേറ്റിയം എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെയാണ് ഈ ലോകത്തുള്ള എല്ലാ ലിവിങ് കോമ്പൗണ്ട്സിൻ്റെയും ഇൻഫ്ലുവൻസ്, അതിനാണ് വിവും എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് 3 കൂടെ ചേർന്നതാണ് നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന ക്ലാൻ. അത് മാത്രമല്ല, ഒരാൾ എത്രത്തോളം പവർഫുൾ ആണെങ്കിലും, എത്രത്തോളം ഇൻസൈറ്റ്ഫുൾ ആണെങ്കിലും, എത്രത്തോളം ലക്കി ആണെങ്കിലും, ഒരു പാത്ത് മാത്രം, അതായത് ഈ 3ലും ഒരു പാത്ത് മാത്രമേ അവർക്ക് മാസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ സമയം കടന്നു പോകുന്നതിന് കൂടി ഞങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ കണ്ടുപിടിക്കാൻ സാധിച്ചു. അതായത് ഒരു ആശ്വാസനി അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ലെസ് മാറ്റി വെച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഒരു കാര്യം ഡിസ്കവർ ചെയ്തു. അല്ല, അതെങ്ങനെ സംഭവിച്ചു? അത് അടുത്ത സെക്കൻഡ് തന്നെ അവൾ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് തുടങ്ങി. അവളുടെ റെയിൻ ഹാർഡ് യൂസ് ചെയ്ത് എന്നിട്ട് പറഞ്ഞ് അത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഈ റിലമലിലുള്ള ഈ റൂയിൻസ് കണ്ടോ, അതിൻ്റെ സഹായത്തോട് കൂടിയാണെന്നും പറഞ്ഞിട്ട് ആർത്തറിനെ പോലെ തന്നെ അവൾ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.